ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഞങ്ങൾ എന്നാ ഇറങ്ങാൻ നേരത്ത് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാറി കയറി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് സമയം എത്ര വെച്ചാൽ 6:15 അപ്പം അത്യാവശ്യം ഇട്ടായതുകൊണ്ട് വെട്ടം കിട്ടുന്നില്ല. ഹായ് പറയൂ, ഹായ് പറയൂ. ഞങ്ങൾ രാവിലെ ഒരു ട്രിപ്പ് പോയിട്ട് വന്ന ട്രിപ്പല്ല കേട്ടോ, ഇച്ചയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ലൂക്കോസ് വന്ന് ഞങ്ങൾ ലൂക്കോസ് കിടന്നുറങ്ങി കേട്ടോ. ഞങ്ങൾ സിനിമ കണ്ടു. അപ്പം ലൂക്കോസ് കിടന്നുറങ്ങി എഴുന്നേറ്റേൻ്റെ ഒരു ഇതിലിരിക്കുവാണ്. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും കുറച്ച് പേരെ കൂടുതൽ കണ്ട പ്രശ്നമാണ്, കാണാതിരുന്നിട്ട് പെട്ടെന്ന് കാണുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പം പോകുന്നത് ഇച്ചയുടെ ഫ്രണ്ട് ഒരച്ഛനുണ്ട്. അച്ഛനായില്ല, അച്ഛനാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഒരു വശം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പോഴാണ് പോകാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മൾ. അപ്പം ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ട് കാണിച്ചു പോകട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് ബ്രദറിൻ്റെ എവിടേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ ധർമാരാം കോളേജിൽ എത്തിയിട്ടുണ്ട്. ഫുള്ള് ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അവിടെ ഫുള്ള് എല്ലായിടത്തും ലൈറ്റ്സ് ആയിരുന്നു. അങ്ങനെ ബ്രദർ നമ്മളെ ഓരോ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു പള്ളിയിലുള്ളിൽ കയറി. ഇത് 50 വർഷം അത്ര പഴക്കമുള്ളൊരു പള്ളിയാണെന്നാണ് ബ്രദർ പറഞ്ഞത്. ഞാൻ ബ്രദറിനോട് അനുവാദമൊക്കെ ചോദിച്ചു, ബ്രദറെ ഇവിടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ല, എവിടെ വേണേലും ഫോട്ടോസ് വീഡിയോസ് ഏത് വേണേലും എടുത്തോളാൻ പറഞ്ഞ് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പള്ളിക്കകത്തു നിന്ന് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലെ കുറച്ച് ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയിലെ ആ മുകൾ ഭാഗത്തുള്ളതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വീഡിയോ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണാൻ. അതുപോലെ അവിടെയുള്ള ചെറിയ ചെടീനെ പോലും വെറുതെ വിട്ടിട്ടില്ല, എല്ലാത്തിനും ലൈറ്റ്സ് ഇട്ടേക്കുമായിരുന്നു. അത് നമ്മുടെ കണ്ണിനൊക്കെ ഒരു വേറൊരു എഫക്റ്റായിരുന്നു കേട്ടോ. ലൂക്കോസ് ഇങ്ങനെ അപ്പയുടെ തോളിലൊക്കെ കിടന്നിങ്ങനെ നടന്ന് ഓരോ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ ലൂക്കോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളൊരു ഗ്രോട്ടയിലേക്ക് ബ്രദർ കൊണ്ടുപോയത്. അത് മാതാവിൻ്റെ ഗ്രോട്ടയായിരുന്നു. അവിടെ കയറുന്നതോടെ തന്നെ ഇങ്ങനെ ഇലയൊക്കെ വെച്ചിട്ട് നല്ല റൗണ്ടിൽ ഗേറ്റ് പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഇരിപ്പിടങ്ങൾ നമ്മൾ തടിയും കൊണ്ടുള്ള ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബെഞ്ചുകളൊക്കെ ആക്കിയിരിക്കുന്നത് ഫുള്ള് തടിയും കൊണ്ടുള്ളതായിരുന്നു. പിന്നെ അവിടെയുള്ള മരങ്ങളിൽ വരെ ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുളം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ LED പോലത്തെ മറ്റു ലൈറ്റ്സൊക്കെ വെച്ചിട്ട് വെള്ളത്തിൽ കൂടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ മാതാവിനെ വെച്ചിരിക്കുന്നത് ഒരു ശംഖിൻ്റെ ഉള്ളിലായിരുന്നു. പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിരുന്നു അവിടുന്ന്. അവിടെ ശംഖിൻ്റെ ഉള്ളിൽ മാതാവിനെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വലുപ്പമുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വലുപ്പമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു കല്ല് കൊണ്ടുള്ള നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് മെഴുകുതിരി കത്തിക്കാനൊക്കെ ആയിട്ട് ഒരു ചില്ല് കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം രാത്രി ആയതുകൊണ്ട് ഭയങ്കര എല്ലാം വെട്ടക്കുറവായിരുന്നു. വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. കാരണം ചില സ്ഥലങ്ങളിലൊന്നും വെട്ടം വളരെ കുറവായിരുന്നു. ചില സ്ഥലത്ത് ഇങ്ങനത്തെ ലൈറ്റ്സിൽ അതിൻ്റേതായ ഒരു വെട്ടമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം കണ്ടോ തടിയും കൊണ്ടുള്ള ബെഞ്ചുകളൊക്കെ കണ്ടോ, രസമായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ അടുത്ത സ്ഥലത്തും അതുപോലെ തന്നെ ഒരു ഗേറ്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇലകളൊക്കെ വെച്ചിട്ട്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെയും ബ്രദേഴ്സിൻ്റെയൊക്കെ ബാസ്കറ്റ് ബോൾ കോർട്ടാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു, അടുത്ത് തന്നെ 2 എണ്ണമായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ബാസ്കറ്റ് ബോൾ കോർട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ സൈഡിലായിട്ട് ചാവറയച്ചൻ്റെ ഒരു ഇതുണ്ടായിരുന്നു.
അത് ഒറിജിനൽ മരത്തിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഒറിജിനൽ മരം അല്ലായിരിക്കും, ജസ്റ്റ് ഇലകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന്. പക്ഷേ അത് ഒറിജിനൽ മരത്തിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ജാവറേച്ചൻ്റെ ഒരു ജാവറേച്ചൻ ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ എന്തൊരു തീമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഇലകളൊക്കെ വെച്ചിട്ട് റൗണ്ടിൽ ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പം അവിടെ വേറെ ഒരു കൈയുടെ ഷേപ്പിൽ എന്തൊക്കെയോ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ റെക്കോർഡിങ് ചെയ്യാറായപ്പോഴത്തേക്ക് പകുതി കാര്യം മറന്നുപോയി. ഇപ്പോൾ നമ്മൾ വണ്ടി പോലെ കണ്ടത് അത് ഇവിടെ നമ്മളിപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ വരുന്നവർക്ക് വേണ്ടി ടൂറിസ്റ്റൊക്കെ വരുമ്പം അവർക്ക് കാണാനായിട്ട് കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ, അപ്പം കാണാനൊക്കെ ആയിട്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടിയായിരുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെല്ലുമ്പോൾ കാണില്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന ക്രിസ്മസ് വണ്ടി അങ്ങനത്തെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. ഭയങ്കര ലൈറ്റ്സ്, ഫുള്ള് ലൈറ്റ്സ്, നക്ഷത്രങ്ങൾ. നമുക്ക് ഈ വേറെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചെല്ലുമ്പോൾ ക്രിസ്മസ് സമയത്തുള്ളൊരു വൈബില്ല, ആ വൈബൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ ഒരു വൈബ് കിട്ടി കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വേറൊരു ക്രിസ്മസ് ട്രീ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുവാണ്. ഇതെല്ലാം കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ്. നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. പിന്നെ അവിടെ സ്റ്റെപ്പുകളിൽ ഫുള്ള് ചെടികളും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ക്രിസ്മസ് ട്രീയുടെ അവിടെ നിന്നിട്ട് നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ശനി ഞായറും ആയതുകൊണ്ട്, ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. അപ്പോൾ ശനി ഞായർ അവിടെ ഓപ്പണാണ്, ക്രിസ്മസിൻ്റെ എല്ലാം കാണിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് അവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പുൽക്കൂടുണ്ടായിരുന്നു. അവിടുത്തെ ആടുകളൊക്കെ കാണുമ്പം ഇതിൽ കാണുന്നല്ലോ കേട്ടോ, നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ആടുകൾക്കൊക്കെ. അപ്പോൾ ഒരു അടിപൊളി നല്ലൊരു പുൽക്കൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇട്ടിരിക്കുന്ന കസേരകൾക്ക് പോലും ഒരു ഭംഗി ഉണ്ടായിരുന്നു. ലൈറ്റ്സ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കസേരകൾക്ക് തന്നെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ വാതിലുകൾ കേട്ടോ, നമ്മുടെ മറ്റേ ഈ കൊട്ടാരത്തിലൊക്കെ ചെല്ലുമ്പോൾ അത്രയും വലിപ്പമുള്ള അങ്ങനത്തെ കൂട്ടൊക്കെ ഒരു വാതിലായിരുന്നു കേട്ടോ. ഇച്ച പറഞ്ഞു നമുക്ക് നടച്ചു നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ച അതിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ, അത്ര വലുപ്പം ഉണ്ടായിരുന്നു, അത്രയ്ക്ക് രസമായിരുന്നു കാണാൻ ഗ്ലാസ് കൊണ്ടുള്ള. അങ്ങനെ അവിടെ എല്ലാവരും സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ബ്രദർ പറഞ്ഞു ഒരു ചെറിയ പുൽക്കൂടുണ്ട്, മിനി പുൽക്കൂട്, ഏറ്റവും ചെറിയ പുൽക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ബ്രദർ നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. അവിടെ നിന്നിട്ട് നമ്മളെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട്, വേറൊരു ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരുടെ DSLR നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന ബ്രദറിന് ഉള്ള പരിചയക്കാരെല്ലാം മലയാളികളെ നമ്മൾ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞാണ് പോകുന്ന വഴികളിൽ. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ബ്രദറിൻ്റെ താമസിക്കുന്ന അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദൂരമുള്ളൂ, നടന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൈഡിൽ ഫുഡ് സ്റ്റോളുകളൊക്കെ ആക്കാൻ വേണ്ടിയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കോളേജിലെ ബെഞ്ചുകളൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ പാട്ട് പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ബ്രദറിൻ്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കും. ഞാൻ ബ്രദറിനോട് പറയുന്നുണ്ട്, ഞാൻ പുറകെയുണ്ട്, നിങ്ങൾ നടന്നു. പിന്നെ അവിടെ കുറേ ബേർഡ്സുകളുണ്ടായിരുന്നു, ലവ് ബേർഡ്സ് പോലത്തെ കുർസൈസ്. എനിക്ക് ബേർഡ്സ് ഏതൊക്കെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വെള്ള കളറിലൊക്കെ ഒരുപാട് ബേർഡ്സിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ ബ്രദറിൻ്റെ കുറച്ച് അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഊഞ്ഞാലൊക്കെ ആട്ടമായിരുന്നു, കിളികളുടെ പരിപാടി. അപ്പോൾ അതിലൊരു പെങ്കുച്ചുമായിട്ട് ലൂക്കോസ് ഭയങ്കര കമ്പനിയായിട്ട്, പുള്ളിക്കാരത്തിയുടെ കൂടെ കളിയായിരുന്നു ലൂക്കോൻ്റെ പരിപാടി. ഹൈഫൈ കൊടുക്കലും ഒക്കെയായിരുന്നു പരിപാടി. ലൂക്കോസിനെ ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബേർഡ്സിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്കൊരു ബേർഡ്സ് കഫേ കാണാം. അവിടെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്, ഫുഡ് കഴിക്കലും
ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളപ്പോൾ അങ്ങോട്ട് കയറിപ്പോയില്ല, കുറച്ച് പകുതി എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഫുള്ള് ലൈറ്റ്സ് വെച്ചിട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അപ്പം ഞാൻ തിരിഞ്ഞു വരുമ്പോഴാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ കണ്ടത്. വെറൈറ്റി ആണല്ലോ എന്ന് വെച്ച് നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് 20 പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചെറിയ മിനി ക്രിസ്മസ് ട്രീ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. അപ്പോൾ എല്ലായിടത്തും വെറൈറ്റി രീതിയിൽ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ വേറൊരു സ്ഥലത്തും അവിടെ കണ്ട വാതിലും അതൊക്കെ കോളേജിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതൊരു വെള്ളം വീഴുന്നൊരു എന്തോ ഒരു സംഭവമായിരുന്നു പറഞ്ഞു. ഇപ്പോൾ അവിടെ അത് വെള്ളമൊന്നുമില്ല, സെറ്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഇരിക്കുന്നൊരു സംഭവമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുപോലെ നക്ഷത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കണ്ടോ ഇതുപോലെ ചെറിയ മരങ്ങളിലൊക്കെ ഓരോ കുഞ്ഞു ഇത് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പൂക്കളുടെ ഷേപ്പിലൊക്കെ ലൈറ്റ്സ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുകളിൽ നമ്മൾ ദൂരേന്നേ ഇങ്ങനെ കാണുമ്പോൾ ഓരോ ഷേപ്പിലാണ് നക്ഷത്രങ്ങളൊക്കെ മുകൾ വശത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളയും മുമ്പേ നമ്മൾ കണ്ട പോലെ തന്നെ വേറെ പൂക്കളുടെ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ള കളറിൽ. മുമ്പേ എന്തോ വയലറ്റോ പർപ്പിൾ എന്തോ കളറിലെ പോലെ തന്നെ വെള്ള കളറിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അവിടെ വേറൊരു പുൽക്കൂടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഫോട്ടോസൊക്കെ പുൽക്കൂടിൻ്റെ മുന്നിൽ നിന്ന് എടുക്കലൊക്കെ ആയിരുന്നു പരിപാടി. ലൈറ്റ്സിൻ്റെ വെറൈറ്റി മോഡൽസ് ആയിരുന്നു കേട്ടോ. പല ലൈറ്റ്സ് ഓരോ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അവിടെ നല്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയോടത്ത് ഇങ്ങനെ അവിടെയുള്ള ബ്രദർ വരച്ചതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഗസ്റ്റ് വരുമ്പം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മേശയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രദറിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചോറും പുളിശ്ശേരിയൊക്കെ ഇട്ട് അടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വെൽക്കം ബോർഡാണെന്ന് പറഞ്ഞ ബ്രദർ അവിടെ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഓരോ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂക്കോസ് ഇങ്ങനെ ഹലോ ഡിസംബർ പിന്നെ ക്രിസ്മസ് പാപ്പയൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ട് ലുക്സ് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയോ ക്രിസ്മസ് പാപ്പയ്ക്ക് ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ട് ലുക്കിന് ഭയങ്കര ഹാപ്പിയായി. ബ്രദർ ലുക്സിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വന്ന അവിടെ തന്നെ ബ്രദർ ഒന്നുകൂടെ ഫ്രണ്ടിലൂടെ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രദർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പോകുന്ന വഴികളിലൊക്കെ നിലത്തെല്ലാം ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. പല കളറിലുള്ള വെറൈറ്റി പൂക്കൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അവിടെ. ക്രിസ്മസ് ട്രീ അല്ല, ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് അവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ടായിരുന്നു, ഒരു താമരക്കുളം. ബ്രദർ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബ്രദർ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് താമരക്കുളമൊക്കെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഇവിടെ 10 കഴിഞ്ഞ് ഇവിടുത്തെ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പട്ടികളായിരുന്നു, അത് കാണിച്ചു തന്നായിരുന്നു. പക്ഷേ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം രാത്രിയാകുമ്പോൾ കോളേജിൻ്റെ അവിടെ ഇവിടെയൊക്കെ പട്ടികൾ അയച്ചുവിടും. അപ്പോൾ അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. വലിയ പട്ടികളായിരുന്നു കേട്ടോ. താമരക്കുളമൊക്കെ കണ്ടു. പിന്നെ അവിടെയുള്ളൊരു ഓട്ടോയിൽ ഇത് സംഭവമൊക്കെ കാണിച്ചു തന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണുന്നവരെയും ബൈ ബൈ.